ഒരിക്കൽ ഉയരമുള്ള പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പച്ചപ്പ് നിറഞ്ഞ താഴ്വരയിൽ ജിജി എന്ന ഒരു കുഞ്ഞു ആട് താമസിച്ചിരുന്നു. ജിജി മറ്റുള്ള ആടുകളെപ്പോലെ അല്ലായിരുന്നു. ജിജിക്ക് താഴ്വാരയ്ക്ക് പുറത്തുള്ള ലോകത്തെപ്പറ്റി അറിയാൻ ഒരുപാട് ആകാംക്ഷ ഉണ്ടായിരുന്നു. ഒരു ഇളം വെയിലുള്ള രാവിലെ ജിജി താഴ്വാരയുടെ അറ്റത്തൂടെ നടക്കുമ്പോൾ അവൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച കണ്ടു. ഒരു ചെറിയ തിളങ്ങുന്ന പൂമ്പാറ്റ് ഒരു മറഞ്ഞ പാതയുടെ അരികിൽ പറന്നുകൊണ്ടിരിക്കുന്നു. പൂമ്പാറ്റയുടെ ചിറകുകൾ മഴവിൽ പോലെ തിളങ്ങി. അത് തന്നെ പിന്തുടരാൻ വിളിക്കുന്നതുപോലെ ജിജിക്ക് തോന്നി. അവൾ പൂമ്പാറ്റയെ പിന്തുടർന്നു. ആ പാത അവളെ കുറ്റിക്കാടുകളിലൂടെയും പിന്നീട് ഒരു ഭംഗിയുള്ള ചെറിയ നദിയിലൂടെയും കൊണ്ടുപോയി. ജിജി മുമ്പൊരിക്കലും ഇത്രയും ദൂരം പോയിട്ടില്ല. ഒടുവിൽ പൂമ്പാറ്റ് ഒരു വലിയ മരത്തിന്റെ മുമ്പിൽ നിന്നു. മരം തിളങ്ങുന്നതുപോലെ ജിജിക്ക് തോന്നി. ജിജിയുടെ ആകാംക്ഷയെ അവൾക്ക് നിയന്ത്രിക്കാനായില്ല. അവൾ ഒന്നും ചിന്തിക്കാതെ ആ മരത്തിന്റെ ദ്വാരത്തിലൂടെ കടന്നുപോയി. അവൾ അവിടെ ഒരു ചെറിയ തിളങ്ങുന്ന താക്കോൽ കണ്ടു. ജിജി ശ്രദ്ധയോടെ താക്കോൽ എടുത്തു. അപ്പോൾ മരത്തിൽ ഒരു മറഞ്ഞ വാതിൽ പ്രത്യക്ഷപ്പെട്ടു. ജിജി താക്കോൽ ലോക്കിൽ വെച്ച ഉടനെ തന്നെ ഒരു ക്ലിക്ക് ശബ്ദത്തോടെ വാതിൽ തുറന്നു. അകത്ത് ജിജി ഒരു മാജിക് വേൾഡ് കണ്ടു. അത് അവൾ മുമ്പ് കണ്ടിട്ടില്ലാത്തതായിരുന്നു. ജിജിക്ക് വിശ്വസിക്കാനായില്ല. അവൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാഴ്ചകൾ, അവിടെ തിളങ്ങുന്ന മുയലുകളും പക്ഷികളും ഭംഗിയുള്ള പൂക്കളും അവൾ കണ്ടു. മാത്രമല്ല, ചന്ദ്രനെപ്പോലെ തിളങ്ങുന്ന ഒരു ആമയും അവിടെ ഉണ്ടായിരുന്നു. ആമ ജിജിയെ നോക്കി ചിരിച്ചു. വെൽക്കം ജിജി. സാഹസികതകളും അത്ഭുതങ്ങളും നിറഞ്ഞ ഈ മാജിക് വേൾഡ് നീ കണ്ടെത്തിയിരിക്കുന്നു. ജിജിയുടെ ഹൃദയം ആവേശത്തോടെ തുള്ളി. മെഡോയിലെ ഒരു പ്രത്യേക നിധിയാണ് ഗോൾഡൻ ബെൽ ഓഫ് ഹാർമണി. അതാരെങ്കിലും മുഴക്കിയാൽ അവർക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ലഭിക്കും. പക്ഷേ ബെൽ കണ്ടെത്തണമെങ്കിൽ കുറച്ച് ചാലഞ്ചസിൽ വിജയിക്കണം. ഞാൻ ഗോൾഡൻ ബെൽ കണ്ടെത്തും. ആമയുടെ സഹായത്തോടെ ജിജി തന്റെ സാഹസിക തുടങ്ങി. അവൾ തിളങ്ങുന്ന കുളങ്ങളിൽ ലില്ലിപ്പാടുകളിലൂടെ ചാടി. എന്നിട്ട് ഒരു അണ്ണാന്റെ അടുത്തേക്ക് പോയി അവന്റെ കയ്യിലെ ഒരു കടങ്കഥയുടെ ഉത്തരം പറഞ്ഞു കൊടുത്തു. പിന്നീട് ഒരു മറഞ്ഞ ഗേറ്റ് തുറക്കാൻ തിളങ്ങുന്ന മിന്നാമിനുങ്ങുകളുമായി നൃത്തം ചെയ്തു. ഒടുവിൽ ഗോൾഡൻ ബെല്ലിന്റെ അടുത്തെത്തി. അവിടെ ഗോൾഡൻ ബെൽ ഒരു തിളങ്ങുന്ന മരത്തിന്റെ കൊമ്പിൽ തൂങ്ങിക്കിടന്നു. ജിജി അത് മെല്ലെ തൊട്ടു. അപ്പോൾ ഒരു മനോഹരമായ മധുരമുള്ള മണി അവിടെയെല്ലാം മുഴങ്ങി. ജിജി സന്തോഷത്തോടെ തന്റെ താഴ്വരയിലേക്ക് മടങ്ങി. താഴ്വര കണ്ട അവൾ അത്ഭുതപ്പെട്ടു. അവിടുത്തെ പുല്ല് പച്ചയായി, പൂക്കൾ തിളങ്ങി, വായുവിൽ ചിരിയും സന്തോഷവും നിറഞ്ഞിരുന്നു. മറ്റ് ആടുകളും ഈ മാറ്റം ശ്രദ്ധിച്ചു. അവർ ജിജിയുടെ ചുറ്റും ഒത്തുകൂടി ഇതിനെപ്പറ്റി അവളോട് ചോദിച്ചു. ജിജി തന്റെ കഥ മറ്റ് ആടുകളുമായി പങ്കിട്ടു. അന്നുമുതൽ ജിജി താഴ്വരയിലെ ഹീറോ ആയി.